എന്താക്കി മാറ്റി? വെള്ളത്തിന് അവശ്യ സാധനങ്ങളുടെ പട്ടികയിലേക്ക് സർക്കാർ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ച് കുടിവെള്ളം, പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ എസെൻഷ്യൽ ഗുഡ്സിന്റെ പരിധിയിൽപ്പെടുത്തി. അങ്ങനെ എസെൻഷ്യൽ ഗുഡ്സിന്റെ പരിധിയിൽപ്പെടുത്തിയാൽ സർക്കാർ പറയുന്ന വിലയിൽ വിൽക്കാവൂ എന്നാണ് നിയമം. അങ്ങനെ എന്ന് മുതലാണ് ഒരു ലിറ്ററിന് 13 രൂപയ്ക്ക് വെള്ളം കിട്ടുക? അവിടെ കിട്ടി തുടങ്ങി. എന്തുകൊണ്ടാണോ? പക്ഷെ പേപ്പറിൽ നിന്ന് വന്നു വാർത്ത. അപ്പൊ ഡേറ്റ് നോക്കുക. ആ ഡേറ്റ് മുതൽ പ്രിന്റഡ് റേറ്റ് 15 20 ഒക്കെ ആണെങ്കിലും ഒരു കുപ്പി വെള്ളത്തിന് 13 രൂപ മാത്രം കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഉത്തരവാദിത്വം. അതിലേക്കല്ല ഞാൻ വരുന്നത്. നിങ്ങളുടെ ഗ്ലാസ്സിൽ വെള്ളം വെക്കാറുണ്ടല്ലോ ഹോട്ടലിൽ. ചുടുവെള്ളം വേണമെന്ന് ചോദിച്ചാൽ എന്നെ പോലെ തൊണ്ടയ്ക്ക് പ്രശ്നമുള്ളവര് ചുടുവെള്ളം വേണമെന്ന് പറയും. അല്ലാത്തവര് തിളപ്പിച്ചാറിയ വെള്ളമോ പച്ചവെള്ളമോ ഒക്കെ കുടിക്കും, തണുത്ത വെള്ളം കുടിക്കും. ഈ ഗ്ലാസ് നിറയ്ക്കുക എന്നുള്ളത് ഒന്നിലേക്ക് നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ വെയിറ്റർ ചെയ്യും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഗ്ലാസ്സിലുള്ള വെള്ളം ബാക്കിയുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ആ വെള്ളത്തിന് എന്ത് സംഭവിക്കും? എന്താണ്? വെള്ളം ആവിയായി പോകുന്നു. ആര് കളയും? നമ്മൾ കളയില്ല, പകരം വെയിറ്റർ കളയും. ഓരോരുത്തർ ആലോചിക്കുക, ഈശ്വര ഞാൻ എത്ര വെള്ളം കളഞ്ഞിട്ടുണ്ടാവും. അതിലേക്ക് വരാനതിന് മുമ്പ് എന്നെ കുറച്ചുകൂടി കുറ്റബോധമുള്ള ചോദ്യങ്ങൾ ചോദിച്ച് നിറയ്ക്കാം. ഈ വെള്ളം നിങ്ങൾക്ക് കളഞ്ഞൂടെ? അത് ശരിയാണ്, ഇതിനെ വെയിറ്റ് കളയും. നിങ്ങൾക്ക് എങ്ങനെ കളയാം? എങ്ങനെ? കുടിച്ചു കളയണ്ട, അല്ലാതെ എങ്ങനെ കളയാം? കുടിച്ചിട്ട് മതിയായ ശേഷമായിരിക്കും ആ ഗ്ലാസ് നിറച്ച് പിന്നെ വെറുതെ വെള്ളം വെറുതെ ഇരിക്കില്ലേ? എങ്ങനെ കളയാം? കൈ കഴുകി വായ കഴുകി കളയാം. കളഞ്ഞൂടെ? എന്തായാലും കളയാൻ പോകുന്ന ഒരു ഗ്ലാസ് വെള്ളമാണത്. എന്നാലും നമുക്ക് ഏത് വെള്ളം തന്നെ അവിടെ വീണ്ടും കളയണം? പൈപ്പിലെ വെള്ളം തന്നെ കളയണം. സുഡാനി ഫ്രം നൈജീരിയ സിനിമ കണ്ടിട്ടുണ്ടോ? കാണാത്തവര് ആ കണ്ടവരെന്താണെന്ന് അറിയോ? ആ വീഡിയോ ആ ഭാഗത്തെ മാത്രം. ഏത് ഭാഗത്തെ വീഡിയോ? പൈപ്പിലെ വെള്ളം തുറന്നു വെക്കുമ്പോ ഇമോഷണൽ ആയിട്ട് പൊട്ടിത്തെറിക്കുന്ന നമ്മുടെ സുഡു അല്ലെ ഉണ്ട് ആ ചിത്രത്തില്. അധിക കാലമൊന്നും വേണ്ടി വരില്ല, ഏറിയാൽ 15 കൊല്ലത്തിനുള്ളിൽ മലയാളി വെള്ളത്തിന്റെ വില മനസ്സിലാക്കി. എന്താ? കുടിക്കാനും കുളിക്കാനും ഇഷ്ടം പോലെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന സാധനം അവശ്യ വസ്തുവായി ഇപ്പൊ ഇത് കുടിവെള്ളം. ഇനി പുഴയിലെയും കിണറിലെയും വെള്ളം വരെ റേഷൻ ചെയ്ത് മാത്രം കിട്ടുന്ന കാലയളവിലേക്കാണ് നമ്മൾ പോകുന്നത്. കൊണ്ടേ പഠിക്കൂ നമ്മൾ എന്ന് വെച്ചാൽ അങ്ങനെ അല്ല, കണ്ടറിഞ്ഞ് പഠിക്കുമെങ്കിൽ ഉപയോഗിക്കുന്ന പൊതുവസ്തു എന്നുള്ള അർത്ഥത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും അവനവന്റേതായ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ നിങ്ങളെ ആരും തന്നെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും സ്വയം ഡിസിപ്ലിനായി മാറാൻ ഉള്ള ഒരു ശ്രമത്തിലേക്കായിട്ട് ഇന്നത്തെ ക്യാമ്പിൽ നിന്ന് നിങ്ങൾക്കൊരു ബോധം ഉണ്ടാകുന്നത്. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഇനി വേറെ എങ്ങനെയൊക്കെ വെള്ളം കളയുന്നുണ്ടാവും? ഇനി വേറെ എങ്ങനെയൊക്കെ വെള്ളം കളയുന്നുണ്ടാവും? ഓരോരുത്തർ ആലോചിക്കുക, ഞാൻ എത്ര ബക്കറ്റ് വെള്ളത്തിലാണ് കുടിക്കുന്നത്? ബ്രഷ് ചെയ്യുമ്പോ ടാപ്പ് തുറന്നു വെച്ചിട്ടുള്ള അവനവൻ ചെയ്യുന്ന കലാപരിപാടി പറയാം അല്ലെ? നമ്മളൊരു ചില ശീലമാണ്, രാവിലെ എന്തായാലും ഉറങ്ങി എഴുതിയിട്ടാണ് ഇതെങ്ങനെ തുറന്ന് വെള്ളം പോകുന്ന സൗണ്ടിൽ ബ്രഷ് ചെയ്യണം അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെ ഒരു ശീലം നോക്കിയിട്ട് ആ സൗണ്ട് കേട്ടാലേ ഇതിങ്ങനെ അങ്ങോട്ടും കൂടി പോവുള്ളൂ. ഒരു കപ്പ് വെള്ളത്തിൽ ബ്രഷിങ് അവസാനിപ്പിക്കാം. സത്യം പറഞ്ഞാൽ ബ്രഷ് ഒന്നും നനയ്ക്കണം, വായ ഒരു കവൽ വെള്ളത്തിൽ കുലുക്കുഴിയണം, അത് കഴിഞ്ഞ് ബ്രഷ് ചെയ്യണം 4 5 തവണ, അത് കുലുക്കുഴി തുപ്പണം. ഇത്രയല്ലേ ആവശ്യമുള്ളൂ. 10 കവിൾ വെള്ളത്തിൽ കൂടുതൽ വെള്ളം ആവശ്യമില്ലാത്ത ഒരു സാധനത്തിനാണ് നമ്മൾ 10 ലിറ്റർ വെള്ളം കളയുന്നത്. ഇതൊക്കെ ഇപ്പൊ ലാഭിച്ചിട്ട് എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് വരാം, കയ്യിലേക്കൊക്കെ വരാം. അപ്പോ സെൽഫ് ഡിസിപ്ലിൻ ആവേണ്ട ആവശ്യം ഒരാള് പറഞ്ഞു ഈ പ്രകൃതിയോടോ അല്ലെങ്കിൽ ജീവിക്കുന്ന ചുറ്റുപാടിനുള്ള പ്രതിബദ്ധത വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് സ്വയം തോന്നി വരേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ മരട് ഫ്ലാറ്റ് പൊളിച്ചതിനോട് അഭിപ്രായം ഉള്ളവരാരൊക്കെ അവിടെ? മരട് ഫ്ലാറ്റ്, മരടിലെ ഫ്ലാറ്റ് പൊളിക്കണം എന്ന അഭിപ്രായമുള്ളവര്, ഞാൻ നിങ്ങളുടെയൊക്കെ വീട് നിൽക്കുന്ന സ്ഥലം ഒന്ന് പരിശോധിക്കുകയെ. വയല് നികത്തി വെച്ച വീടാണെങ്കിൽ ഞാൻ അതും പൊളിക്കും. അങ്ങനെ വെച്ചാൽ കുഴപ്പമില്ല, ഞാനത് കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ കാര്യം നടക്കണമല്ലോ. മറ്റുള്ളവരുടെ കാര്യത്തിന് നിയമം നോക്കണം, പക്ഷെ നമ്മുടെ കാര്യത്തിന് നിയമം വളച്ചൊടിച്ചാലും കുഴപ്പമില്ല. എന്തിനാണ് ഈ വയൽ നികത്തരുത് എന്നൊക്കെ നിയമം ഉണ്ടാക്കിയത്? എന്തിനാ?
പഠിച്ചിരുന്നെങ്കിൽ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളതിൽ ഒരു കാലയളവ് ഒരു വർഷം കൂടി കിട്ടിയിരുന്നു. നമ്മൾ എന്തെങ്കിലും പാഠം പഠിച്ചോ? നമ്മുടെയൊക്കെ വിചാരം ചെറുപ്പക്കാരൊക്കെ അല്ലെ പ്രളയത്തിന്റെ സമയത്ത് കേരളം ഒറ്റക്കെട്ടായി. അത് വെറും എന്റെ ഒരു അഭിപ്രായത്തിൽ നിലനിൽപ്പിന് വേണ്ടി ഒറ്റക്കെട്ടായതാണ്. ഭാവിയെ കരുതിയൊന്നല്ല. അന്നത്തെ ആ സമയം അതിജീവിക്കുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടാവുന്ന ഒരു അതിജീവനത്തിനപ്പുറത്തേക്ക് കൂട്ടായ ഒരു ഉത്തരവാദിത്തത്തിലേക്കൊന്നും നമ്മൾ ഇപ്പോഴും ഉണർന്നിട്ടില്ല. ഉണർന്നിരുന്നു എങ്കിൽ നമ്മൾ ഇങ്ങനെയൊന്നും അല്ല. ഭാരതപ്പുഴയ്ക്ക് വേണ്ടി ഭാരതപ്പുഴയുടെ ഓരത്ത് താമസിക്കുന്ന നമ്മൾ ഇങ്ങനെയൊന്നും അല്ല ജീവിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? പ്രകൃതിക്ക് വേണ്ടി എങ്ങനെയാണ് നിലകൊള്ളേണ്ടത്? പ്രോ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി ഡെവലപ്മെന്റ് എന്ന് തന്നെയാണോ? അതോ ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു മിഡിൽ പാത്ത് ഉണ്ടോ? എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലുള്ള ആ പ്രകൃതി അല്ലെങ്കിൽ ആ എന്താ പറയാ ലൈഫ് കൺസർവേഷൻ എന്ന് പറയുന്ന ആ കൺസെപ്റ്റിലേക്കും സസ്റ്റൈനബിൾ ആയിട്ട് കാര്യങ്ങൾ നിലനിൽക്കണം? സസ്റ്റൈനബിൾ ആയിട്ട് കാര്യങ്ങൾ നടക്കണം എന്നുള്ള അർത്ഥത്തിലൊക്കെ നമ്മൾ എങ്ങനെയാണ് നമ്മളെ ഒരുക്കേണ്ടത്? അതിനുള്ള നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ആശയങ്ങൾ കേട്ട് അതിൽ ചില അഴിച്ചുപണികൾ വരുത്തി നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എന്റേതായിട്ടുള്ള പുതിയ ഒരു ആശയം തരാനല്ല. അപ്പൊ നിങ്ങൾ പറയുക എങ്ങനെയൊക്കെ നമുക്ക് മാറാം, എങ്ങനെയൊക്കെ മാറാം. വയല് നികത്തിയത് കൊണ്ടാണ് എന്തുണ്ടായത്? ഇപ്പൊ നിങ്ങൾ കണ്ടോ, റോഡിന്റെ വയലുള്ള ഇടത്തെ രണ്ട് സൈഡുകളെ കൂട്ടിമുട്ടിച്ചുകൊണ്ട് കൺവേർട്ടുകൾ പണിയുന്നത് കണ്ടോ? നിങ്ങളുടെ ഏത് നാട്ടിലാണ് നിങ്ങളെങ്കിലും ഒരു 5 കിലോമീറ്റർ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടാവും. റോഡ് പൊളിച്ചത് ഇല്ലേ? രണ്ട് വയലുകളെ തമ്മിൽ ബന്ധിച്ചായിരിക്കും ആ കൺവേർട്ടുകൾ എന്ന് പറഞ്ഞാൽ കലുങ്ക് പണിയുന്നത് അല്ലെ? അപ്പുറം ഇപ്പുറം വയലല്ലാത്ത ഒരു സ്ഥലത്ത് പൊളിച്ചിട്ടില്ലല്ലോ. എന്തിനാ? ഒരു കാലിലെ ബന്ധു മറ്റേ കല്ലാക്കാനോ? പിന്നെ നമ്മുടെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് റോഡുകൾ പണിയുന്ന സമയത്തൊക്കെ അശാസ്ത്രീയമായിട്ട് ഒരുപാട് അബദ്ധങ്ങൾ നമ്മുടെ ഭാഗത്ത് സംഭവിച്ചിരുന്നു. അപ്പൊ അതിന് ഇപ്പൊ തൽക്കാലം പെട്ടെന്ന് പരിഹാരം കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇനിയുള്ള പ്രളയകാലത്തെങ്കിലും എവിടെയാണോ വെള്ളം കൂടുതൽ ഒരു പക്ഷെ ശേഖരിക്കപ്പെടുന്ന അവിടെ നിന്ന് അതിന്റെ താഴ്ന്നൊരു പ്രദേശത്തിലേക്കുള്ള ആ ഒരു ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയും അല്ലെ? ഈ ഡ്രെയിനേജ് സിസ്റ്റത്തിന് വന്ന കുറെ അപകടങ്ങളുണ്ട്. വയൽ നികത്തിയതിലൂടെയും നികത്തി വീട് വെച്ചതിലൂടെയും തരിശായിട്ടതിലൂടെയും ഒക്കെ മണ്ണിനുണ്ടാവുന്ന സ്വാഭാവികമായ അതിനെ ആകിരണശേഷിയൊക്കെ കുറയുന്ന ഒരു രീതി, മണ്ണ് മണലായി മാറുന്ന രീതി. എപ്പോഴാ മണ്ണ് മണലാവുക? മണ്ണ് മണലാവുക എപ്പോഴാ? മണ്ണവിടെ മണലാവുന്നത് അതോ മണ്ണിന് വേറെ എവിടെയെങ്കിലും വരുന്നതാണ്? എങ്ങനെയാ? കല്ലാണോ മണലാവുന്നത്? മണ്ണാണോ മണലാവുന്നത്? കല്ലാണോ മണലാവുന്നത്? മണ്ണാണോ മണലാവുന്നത്? എന്താ അഭിപ്രായം? അല്ല, ഇവിടെ ടീച്ചർമാരെ ബയോളജി പഠിക്കുന്ന ടീച്ചർമാരൊക്കെയാണ്. ബയോളജിക്കൽ സയൻസ് എല്ലാവരും കണക്കും സോഷ്യൽ സയൻസ് വരും. അപ്പൊ എങ്ങനെയാ മണലുണ്ടാവുന്നത്? എങ്ങനെയാ? പാറ പൊടിഞ്ഞാണ് മണലുണ്ടാവുന്നതാണോ? കല്ലുന്നാണോ മണലുണ്ടാവുന്നത്? മണ്ണ് മണലായി മാറും? മണ്ണൊരിക്കലും മണലായി മാറില്ല. ചർച്ച ചെയ്യണം എങ്ങനെയാണ് മണലാവുന്നത്. നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജനറേഷൻ, എന്റെയും നിങ്ങളുടെയൊക്കെ ജനറേഷൻ, നമ്മൾ അധികം ചോദ്യങ്ങൾ ചോദിക്കാതെ പറഞ്ഞു തരുന്ന ഉത്തരങ്ങൾ അതുപോലെ എഴുതി മാർക്ക് വന്നിട്ട് തലമുറയിലേക്ക് മാറി. മാർക്ക് കിട്ടാൻ ഉത്തരം മതിയെങ്കിൽ നമ്മൾ ചോദ്യം ചോദിക്കാറില്ല. വ്യവസായ വിപ്ലവം എന്ന് പറയുകയും ചെയ്തപ്പോൾ മനുഷ്യൻ അതിനനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആധുനിക മനുഷ്യൻ എന്ന് വിളിച്ചു തുടങ്ങിയത്. അതായത് 17-ാം നൂറ്റാണ്ടിൽ മനുഷ്യൻ അന്നത്തെ ആധുനികനായിരുന്നു, അല്ലെങ്കിൽ 18-ാം നൂറ്റാണ്ടിൽ, ഈ 21-ാം നൂറ്റാണ്ടിൽ, ഈ 2020-ൽ നമ്മൾക്ക് ആ 18-ാം നൂറ്റാണ്ടിലെ ആധുനികതയ്ക്ക് അപ്പുറം വളരാൻ ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരു തരത്തിലും ഈ കാലഘട്ടത്തിന്റെ ആധുനിക മനുഷ്യനായി
ചിന്തിക്കുന്ന മനുഷ്യനായി, ബുദ്ധിയുള്ള മനുഷ്യനായി മാറാൻ നമ്മളിൽ പലർക്കും സാധിച്ചിട്ടില്ല. എന്നിട്ട് നമ്മൾ പറയാണ് നമ്മൾ ആധുനിക മനുഷ്യനാണ്. എന്താണ് നമ്മളുടെ ആധുനികത? ഏത് തലത്തിലാണ് നിങ്ങൾ ഈ ആധുനികതയെ ഡിഫൈൻ ചെയ്യുന്നത്? മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസങ്ങളിലേക്ക്, നമ്മുടെ ചിന്തയെ, നമ്മുടെ ചിന്താശക്തിയെ, ഒരിക്കൽ ചെയ്ത തെറ്റിനെ തിരുത്തിക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെ, ഇതിനെയൊക്കെയാണ് നമ്മൾ ഒരുപക്ഷെ കാരണങ്ങളായി പറയുന്നുണ്ടായിരുന്നത്. ആ കാരണങ്ങളിൽ നമ്മൾ എത്രത്തോളം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിനെ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് ഒരു തരത്തിലും നമ്മുടെ ഭാഗത്ത് തെളിവുകളില്ല. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മളൊക്കെ ആധുനിക മനുഷ്യരാണെന്നാണ്. ഈ ആധുനികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ ഫോണും ഇന്റർനെറ്റ് ടെക്നോളജി നമ്മളിലേക്ക് എത്തിക്കുന്ന ആ ആധുനികത മാത്രമല്ല, നമ്മുടെ മനസ്സിന്റെ, നമ്മുടെ ചിന്തയുടെ ആധുനികത എന്ന് പറയുന്ന ആ സാധനത്തിന് കൂടി നമ്മൾ വില കൊടുക്കണം. ആ വില നമ്മൾ കൊടുക്കാതിരിക്കുന്നിടത്തോളം കാലം, ഇപ്പൊ കൊറോണ വൈറസ് ഒളിമ്പിക്സ് മാറ്റി വയ്ക്കാൻ പോകുന്നത്. ഒളിമ്പിക്സ് മാറ്റി വയ്ക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, നമ്മൾ പിന്നെ 138 കോടി ജനങ്ങളുണ്ടായിട്ട് വലിയ കാര്യമില്ലാത്തതുകൊണ്ട് അല്ലേ. പക്ഷെ ഈ ഒരു അസുഖം, ലോകക്രമത്തിൽ വരുന്ന മാറ്റങ്ങൾ, നിങ്ങൾ അതിനെപ്പറ്റി ആകുലപ്പെടണമെന്നല്ല പറയുന്നത്. പക്ഷെ ആ വിഷയത്തിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് നിങ്ങൾ ബയോളജി, സയൻസ് റിലേറ്റഡ് സ്റ്റുഡന്റ് ആണെങ്കിലും കൊമേഴ്സ് റിലേറ്റഡ് സ്റ്റുഡന്റ് ആണെങ്കിലോ ഇതേ വിഷയം ലോകത്തുണ്ടാക്കാൻ പോകുന്ന സാമ്പത്തിക മാറ്റം എന്ത് എന്നുള്ളത് പഠിക്കാനുള്ള സമയമാകണം. സോഷ്യൽ സ്റ്റഡീസ് സ്റ്റുഡന്റ് ആണെങ്കിലോ എങ്ങനെയാണ് സാമൂഹിക വ്യവസ്ഥയിൽ ഒരു രോഗം കൊണ്ട് പുതിയൊരു സിസ്റ്റത്തിന്റെ ഭാഗമായി കാര്യങ്ങൾ മാറി മറിയുന്നത്. ഏതൊരു ഇൻസ്റ്റൻസിനും ഇതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സിഗ്നിഫിക്കൻസ്, ഒരു റെലവൻസ് ഉണ്ടാകും എന്ന് മനസ്സിലാക്കി അതിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് പഠിക്കാനുള്ള ഒരു പ്രായവും ബുദ്ധിയും ഒക്കെയാണ് കോളേജ് എഡ്യൂക്കേഷൻ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് നിങ്ങൾ വളർന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യോത്തരമൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് പ്രോ ചിന്തിക്കാൻ, പ്രോ എർത്തായി ചിന്തിക്കാനൊക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളിൽ ഉത്തരമായിട്ട് വേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവെക്കുക, എങ്ങനെയാണ് മാറേണ്ടത് എന്നുള്ളതിനുള്ള നിങ്ങളുടെ ആശയങ്ങൾ കൈപൊക്കുക, പറയുക, അത്രേ വേണ്ടൂ. ആശയങ്ങൾ കേൾക്കട്ടെ, ആശയങ്ങൾ കേൾക്കട്ടെ. നമുക്ക് സ്വന്തം വീട്ടിൽ നിന്ന് തുടങ്ങാം. അവനവന്റെ വീട്ടിൽ നമ്മൾ എന്തൊക്കെ ആശയങ്ങളാണ് നടപ്പിലാക്കുക? സ്വന്തം വീട്ടിൽ നമ്മൾ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എല്ലാവർക്കും ഈ സയന്റിഫിക് ആയിട്ടുള്ള അവയർനെസ് ഉണ്ടാവണമെന്നില്ല. ഉള്ള ഒരാളെ കൊണ്ട് ആ പ്രദേശത്തെ ഈ വാർഡ് എന്നൊക്കെ പറഞ്ഞ് എന്തിനാന്നറിയും? പണ്ട് MLA-മാരെ മാത്രമേ രാഷ്ട്രീയക്കാരെ കണ്ടതില്ല. ഇപ്പൊ അതിന്റെ താഴേക്കും ആൾക്കാരെ കാണാന്നുള്ളതിന് വേണ്ടി കൊടുത്തതല്ല. ഇത്തരം പ്രശ്നങ്ങളിൽ കൂട്ടായ ഒരു ഉത്തരവാദിത്വവും കൂട്ടായ ഒരു തീരുമാനവും നടപ്പിലാക്കാനാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ഒരു പഞ്ചായത്തിനെ തന്നെ 15, 16, 17 ഒക്കെ വാർഡുകളായി വിഭജിച്ച് ആ പ്രദേശത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് അതിനെ കൊണ്ടുവരാനാണ്. അപ്പൊ തന്റെ പ്രദേശത്തിന്റെ പ്രശ്നമായിരിക്കാം 2 ബോർവെല്ല് കുഴിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് വാട്ടർ ലെവൽ അത്രയും താഴെയാണ് അതിന്റെ അർത്ഥം. അതിന്റെ പരിഹാരം കാണുക എന്നുള്ളതാണ് 5 കൊല്ലം പൂർത്തിയാക്കാൻ പോകുന്ന ഏതൊരു ഭരണസമിതിയും ചെയ്യേണ്ടിയിരുന്നത്. സ്വാഭാവികമായും നമ്മുടെ പ്രയോറിറ്റികൾ ഡിസ്പ്ലേസ് ആകുമ്പോൾ അതിനെ ചോദ്യം ചെയ്ത് യഥാർത്ഥ പ്രയോറിറ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് വോട്ട് ചെയ്യുന്നതിനപ്പുറം നിർവഹിക്കാൻ മറന്നു പോകുന്ന നമ്മൾ മാത്രമാണ് തെറ്റുകാർ. ഞാൻ പറയുന്നത് മനസ്സിലായോ? വോട്ട് ചെയ്തത് കൊണ്ടുള്ള ഒരു അവകാശമുണ്ട്, ഒരു അധികാരമുണ്ട്. അത് നാടിന്റെ നന്മയ്ക്കായി വിനിയോഗിക്കപ്പെടുന്നില്ലെന്ന് കാണുമ്പോൾ തിരുത്താനും നമ്മൾ തന്നെ ഇറങ്ങി പുറപ്പെടണം. വേറൊരാളൊന്ന് തിരുത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഈ പറയുന്ന ആശയത്തിൽ നിന്ന് ഞാൻ കടമെടുക്കുന്നത് റീചാർജ് എന്ന വാക്ക് മാത്രമാണ്. അങ്ങനെ വെള്ളം റീചാർജ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഈ വേനൽക്കാലവും അതിനുശേഷം വരുന്ന മഴക്കാലവും നമ്മുടെ മുന്നിലേക്ക് ഒരുക്കി തരേണ്ട എന്താ പറയാ ഒരു വിഷയം. അടുത്ത 3 മാസങ്ങളിൽ വലിയ വരൾച്ചയായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ഒരുപക്ഷെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കുടിവെള്ള ക്ഷാമം ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോഴത്തെ പ്രശ്നം മഴ പെയ്യുമ്പോൾ അങ്ങനെ അങ്ങ് തീരും. നമ്മുടെ
അതിന്റെ പരിഹാരമായിട്ട് ആ മഴയെ കാണാൻ നമ്മുടെ ബുദ്ധിയെ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതായിരിക്കണം. ഒരുപക്ഷെ BEd പഠിക്കുന്നവരാണെങ്കിലും ഡിഗ്രിക്ക് പഠിക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ തന്നെ കോളേജിലെ നേച്ചർ ക്ലബും ബയോ ക്ലബും അല്ലെ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. ഇതിനൊന്നും ഒരു പഞ്ഞമില്ല. ഒരു ആക്ടിവിറ്റി എങ്ങനെ പിക്കപ്പ് ചെയ്യണം, എങ്ങനെ ചൂസ് ചെയ്യണം, അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതിന് നിങ്ങൾ കൂട്ടായി തീരുമാനിക്കുക. ഒറ്റയ്ക്കുള്ള തീരുമാനങ്ങൾ ഒരു കൂട്ടത്തിന്റെ ഭാഗമായിട്ട്. അതുകൊണ്ടല്ലേ ഇപ്പൊ സലാം ഈ ബയോ നാച്ചുറൽ ക്ലബ് എന്ന് പറയുന്ന ഒരു പരിപാടി ഇങ്ങനെയൊക്കെയുള്ള സംഘടിപ്പിക്കാൻ തന്നെ കാരണം. നടത്തണമെന്ന് വിചാരിച്ചിറങ്ങിയാൽ 13 വയസ്സുകാരി ഈ ലോകത്തിൽ കൊണ്ടുവന്ന മാറ്റം എന്താണെന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ കുട്ടി ചെയ്തത്? ഫ്രൈഡേസില് അത് നമ്മൾ കട്ടിയാറുണ്ട്. സിനിമ റിലീസിന്റെ ദിവസം വെള്ളിയാഴ്ച ഞാനൊക്കെ എത്ര ഫ്രൈഡേ ക്ലാസ് കണ്ടിരിക്കുന്നു അറിയോ? ആണോ? എങ്ങനെയൊക്കെ ആക്കിയത്? ഏത് പാർലമെന്റിന്റെ മുമ്പില്? ഇന്ത്യയുടെ പാർലമെന്റിന്റെ മുമ്പിൽ. എവിടുത്തെ ഏത് നാട്ടുകാരിയായിരുന്നു അറിയോ? നമ്മുടെ നാട്ടിൽ എന്തായാലും അങ്ങനെ ഒരാളുണ്ടാവില്ല ഉറപ്പ്. പിന്നെ പേര് വെച്ചിട്ടേ അല്ല, സ്വീഡൻകാരിയാണ്. സ്വീഡൻകാർക്ക് ഒരു ഗുണമുണ്ട്. അവർക്ക് ജീവിക്കുന്നത് എന്തിനാണ്, മരിക്കുന്നത് എന്തിനാണ്, എങ്ങനെ ജീവിക്കുന്നതിനൊക്കെ നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യ വിഭവശേഷിയുടെ ഇൻഡെക്സിലൊക്കെ സ്വീഡൻ ഏറ്റവും മുകളിലാണ്. മതതിരിവോടെ ബോധത്തോടെ ജീവിക്കുന്നവരാണ് അവിടെയുള്ളവർ. അപ്പൊ പാർലമെന്റിൽ എത്തുന്നവരും അങ്ങനെ തന്നെയുള്ളവരാണ്. അതുകൊണ്ട് ആ പാർലമെന്റിന്റെ മുന്നിൽ സമരം ചെയ്തത് അവരെ കണ്ണു തുറപ്പിച്ചു, മനസ്സിലാക്കി, അവർ പ്രതികരിച്ചു. വ്യത്യാസം മനസ്സിലാക്കണം. നമ്മുടെ പാർലമെന്റിന് മുമ്പിലാണ് ചേർന്ന് കൂട്ടിയത്. ഒരു കാര്യം നടക്കില്ല. ഇത് മനസ്സിലാവേണ്ട എന്തിനാണ്? സ്വീഡന്റെ പാർലമെന്റിന്റെ മുമ്പിലായതുകൊണ്ട് ഒറ്റയ്ക്ക് ഒരു കുട്ടി സ്കൂളിൽ പോകാതെ പാർലമെന്റിന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ് ഒരു ബാനർ പിടിച്ചിട്ട്. നിങ്ങൾ കൊണ്ടുവരുന്ന നിയമങ്ങളിൽ പലതും പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതാണ്, പ്രകൃതിക്ക് ഗുണകരമല്ല, ഈ ലോകം ഞങ്ങൾക്ക് ജീവിക്കാനുള്ളതാണ്, അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അല്ലേ? ശരിയല്ലേ? നമ്മള് ജീവിച്ച് കടന്നു പോകും. പ്രത്യേകിച്ച് 40-50 വയസ്സുള്ള മുതിർന്ന പൗരന്മാരൊക്കെയാണ് നിയമനിർമ്മാണ സഭകളിലുള്ളതെങ്കിൽ അവരൊരു പക്ഷെ അവരുടെ കാലഘട്ടത്തെ മാത്രം മാറ്റി ആലോചിച്ചു പോകും എന്നുള്ളതിന്റെ കാരണം കൊണ്ട് തന്നെ ഗ്രേറ്റ പറഞ്ഞത്, ഞങ്ങളോട് നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നു, ആ കടപ്പാട് നിങ്ങളുടെ നിയമങ്ങളിൽ ഉണ്ടാകണം, അതുവരെ ഞാൻ സമരം ചെയ്യും. ആദ്യം ആ കുട്ടീനെ സ്കൂളിൽ പുറത്താക്കാൻ നോക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സ്കൂളിലേക്ക് വരുന്നില്ല. വെള്ളിയാഴ്ചകളിൽ മാത്രമല്ല, ഗ്രേറ്റ എല്ലാ ദിവസവും അവിടെ ഇരിക്കുമായിരുന്നു. അപ്പൊ ആ സ്കൂളിലെ ആ ക്ലാസ്സിലെ മറ്റു കുട്ടികൾ വന്നിരുന്നു. പിന്നെ ഗ്രേറ്റ് ചെയ്യുന്ന കാര്യം വളരെ ആവശ്യമായ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ള ബോധമുള്ളത് കൊണ്ട് പിന്നെ സ്കൂളുകാർക്കും തോന്നി ഇതല്ലേ ശരി. പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അറിവുണ്ടാക്കുക എന്നുള്ളതിനപ്പുറം തിരിച്ചറിവുണ്ടാവുക എന്നുള്ളതാണ് ലക്ഷ്യം. ഫുട് പ്രിന്റ് എങ്ങനെ നമുക്ക് കുറയ്ക്കാം? ചെരുപ്പ് ഉപേക്ഷിക്കാം. ചെരുപ്പ് ഉപേക്ഷിച്ച കാരണം ഫുട് പ്രിന്റ് കുറയും. സത്യമാണ്. എങ്ങനെയാണെന്നറിയോ? ഈ ചെരുപ്പുണ്ടാക്കാൻ ഒരു ഇൻഡസ്ട്രി വേണം. ആ ഇൻഡസ്ട്രി ഉപയോഗിക്കുന്ന ഗ്യാസ് അല്ലെങ്കിൽ ഫ്യൂവൽ ഏതാണെന്ന് നമുക്കറിയില്ല. ഏറ്റവും ചീപ്പായിട്ടുള്ള ഫ്യൂവൽ ഉപയോഗിക്കും. അപ്പൊ ഏത് ഉപയോഗിക്കും? റിന്യൂവബിൾ ആയിട്ടുള്ളതിനേക്കാൾ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കും. അത് കഴിയും തോറും ലോകത്തിന് നല്ലതാണോ ചീത്തയാണോ? മറ്റേ ടെക്നോളജി കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. സ്വാഭാവികമായി താഴേണ്ട മക്കളെ. അപ്പൊ ആ കുട്ടി അതിനും ഉത്തരം പറഞ്ഞു. ഇപ്പൊ ഇവിടെ വരികട്ടെ, ആ വീട്ടിലിട്ടിട്ടുണ്ട് സംഭവം ഇനി ഇടാതിരുന്നാ മതി. കുത്തി പൊളിക്കുന്നത് പ്രത്യേകം പറഞ്ഞ എനിക്ക് ഉറപ്പായി ആ വീട്ടിലിട്ടുണ്ട്. അവിടെ ന്യായീകരണം നല്ല ആശയം പറഞ്ഞിട്ട് ന്യായീകരിച്ച് കൊളാക്കി നോക്കി. മാരുടെ ഫ്ലാറ്റ് പൊളിച്ച പോലെ അതും കുത്തി പൊളിക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ സ്വന്തം വീട്ടിൽ എന്തിനാണ് അത് ചെയ്തിരിക്കുന്നത്? നിങ്ങളെ അച്ഛന്മാരോട് വെറുതെ പോയി ചോദിച്ചു, ഇതിപ്പോ എന്തിനാ ചെയ്തിരിക്കുന്നത്? ചെളി, ഇതാണ് പ്രശ്നം. മണ്ണ് പറ്റരുത് കാലിൽ. പ്ലാസ്റ്റിക് അരി കുടുക്കി തരാന്ന് പറഞ്ഞിരിക്കുന്നത്. പ്ലാസ്റ്റിക് അരി ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നില്ല. അപ്പൊ അതിനൊരു എക്സാമ്പിൾ കൂടി കിട്ടിയപ്പോ അതിന്റെ സന്തോഷത്തിൽ അത് കയറി പിടിച്ചേ ഉള്ളൂ. ഇത് നമ്മുടെ കൺമുന്നിൽ കാണുന്ന കാര്യം എന്തിനാണെന്ന് നമുക്കോ മറ്റുള്ളവർക്കോ അറിയാത്ത കാര്യം. അതിൽ തന്നെ പല റേഞ്ചിലാണ് അല്ലെ ആ ടൈല്. അപ്പോ ചില സ്ഥലങ്ങളിൽ അത് അസൗകര്യങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അത് ഇടുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ആള് തന്നെയാണ് ഞാൻ. പക്ഷെ അസൗകര്യവും ആർഭാടവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ
മനസ്സിലാക്കാൻ അറിയണം. ലക്ഷറി ടാക്സ് എന്നുള്ള രീതിയിൽ കൃത്യമായി കേരളത്തിലെ പല കാര്യങ്ങളിൽ ടാക്സ് ഏർപ്പെടുത്തണം. അതിൽ ഒന്നാണിത്. ഇത് ലക്ഷറി ടാക്സ് ഏർപ്പെടുത്തേണ്ട ഒരു ഐറ്റം തന്നെയാണ് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇങ്ങനെ ജീവിതത്തിൽ ആർഭാടങ്ങൾ ഒരുപാട് കാട്ടിക്കൂട്ടുന്ന ഏതൊക്കെ അവസരങ്ങളുണ്ടോ അവിടെ ഒക്കെ ടാക്സ് വേണം. വേറെ ലക്ഷറി ടാക്സ് കളിച്ചോ, നമുക്ക് ഇനി ആ കളി കളിച്ച് അവസാനിപ്പിക്കാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ലക്ഷറി എന്നുള്ള വാക്ക് ധൂർത്ത് എന്നുള്ള അർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ നടക്കുന്ന ഏതൊക്കെ ധൂർത്തിന് ലക്ഷറി ടാക്സ് ചുമത്തണം? പറഞ്ഞോളൂ. കല്യാണോ? കല്യാണം ഒരു ധൂർത്താണെന്നാണോ അതോ കല്യാണം ചെലവ് ഒരു ധൂർത്താണെന്നാണോ? നിങ്ങൾ എത്ര രൂപയുടെ പട്ടുസാരി എടുക്കും? ഞാൻ ചോദിക്കട്ടെ, ചേച്ചി എത്ര രൂപയുടെ പട്ടുസാരി എടുക്കും? അപ്പൊ എത്ര രൂപ എടുത്ത്? അപ്പൊ കുറച്ചും ആയിരിക്കാം. കാരണം അന്നാ ഒരു 4 കൊല്ലം മുന്നേ ആണ്. ആ സമയത്ത് ഒരു 10-12 ഒക്കെ എടുക്കുന്നവരായിരുന്നു അധികം. മതിയെന്ന് പറഞ്ഞതാണ്. ഭർത്താവ് കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ ഇതുവരെ. തിരിച്ചു കുഴപ്പമുണ്ട്. അപ്പോ വിവാഹത്തിലുള്ള ചെലവ് ഒരു നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെടുത്തി നമുക്ക് എങ്ങനെ ക്ലബ് ചെയ്യാം? നമ്മുടെ വിഷയം അതാണ്. പാഴാക്കി കളയുന്ന ഭക്ഷണത്തിന് ഉണ്ടാക്കി കൊടുക്കുന്ന പ്ലേറ്റിന്റെ 10 ഇരട്ടി സർക്കാരിലേക്ക് കണ്ടുകെട്ടണം. ഒരു ഇൻസ്പെക്ടർ ഇട്ടാൽ മതി എല്ലാ കല്യാണ ഹാളിലേക്കും, അല്ലെ? ഈ കിട്ടുമ്പോ വലിച്ചു വരുത്തുന്ന സ്വഭാവമുള്ള മലയാളിക്ക് കല്യാണത്തിന് സർക്കാർ പറയുന്ന മെനു ഉണ്ടാവണം. നമ്മൾ സത്യം പറഞ്ഞാൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് സ്വയം തോന്നി ഡിക്ലെയർ ചെയ്താൽ പോലും തെറ്റൊന്നുമില്ല. എവിടേക്കാണ് നമ്മൾ ഈ കെട്ടുകാഴ്ചകൾ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പാഴാക്കി കളയുന്ന ഭക്ഷണത്തിനോടൊപ്പം തന്നെ എങ്ങനെയാ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ആ കല്യാണത്തിനെ മാറ്റിയെടുക്കാൻ പറ്റുക? പ്ലാസ്റ്റിക്കുകളെല്ലാം ഉപേക്ഷിക്കുക. എങ്ങനെയാണ്? ആദ്യം മേക്കപ്പ് ഉപേക്ഷിക്കുക. അത് ശരി, പ്ലാസ്റ്റിക് ഉപേക്ഷിച്ച് പറയുമ്പോൾ വെള്ളം, പ്ലേറ്റ്, മേക്കപ്പാണ് പ്ലാസ്റ്റിക് കൺസംഷൻ, അല്ലേ? നിങ്ങൾ ചുട്ടി കുത്തുന്ന ഓരോ സാധനത്തിലും പ്ലാസ്റ്റിക്കിന്റെ അംശങ്ങളുണ്ട്. ലിപ്സ്റ്റിക് വരെയുണ്ട്. ഇതിന്റെ ലിപ്സ്റ്റിക്കിന്റെ കട്ടയൊക്കെ പ്ലാസ്റ്റിക് അല്ലേ? അപ്പൊ ലിപ്സ്റ്റിക് ഉപയോഗിക്കില്ല, നിരോധിച്ചാൽ പ്ലാസ്റ്റിക് ഉപയോഗം കുറഞ്ഞു. അല്ലാതെ കുടിക്കുന്ന വെള്ളം, പ്ലേറ്റ് ഒന്നും ഉപേക്ഷിക്കുന്നത്. മേക്കപ്പ് ഉപേക്ഷിക്കുക. പിന്നെന്ത് ഉപേക്ഷിക്കാം? ഞങ്ങൾ കല്യാണത്തിന് സാർ ഉപേക്ഷിച്ചിട്ട് സാർ ഇങ്ങനെ ചോദിക്കരുത്, അതാണ് സേഫ്. ഞങ്ങൾ എന്ത് പറഞ്ഞാലും സാർ അതിനെ കുറിച്ച് പറയും, അല്ലെ? കല്യാണം കഴിക്കുന്നത് തീരുമാനിച്ചാൽ പോലെ. ഇതിലും വലിയ എന്ത് പ്രകൃതി സ്നേഹമാണ് ഞാൻ കാണിച്ചു തരേണ്ടത്, അല്ലേ? ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ പിക്ക് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, നമ്മുടെ കണ്ണെത്താത്തടത്താണ് അപകടമുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയ കാര്യങ്ങളിലാണ് നമുക്ക് തിരിച്ചറിവ് വരാത്തത്. അതുകൊണ്ട് കാരണം എന്ന് ആലോചിക്കുമ്പോൾ കുറ്റങ്ങളും കുറവുകളും അല്ല, നമ്മൾ അക്സെപ്റ്റ് ചെയ്ത ഉത്തരങ്ങളിൽ അത് ആദ്യം അപ്ലൈ ചെയ്ത് നോക്കുക. അവിടുന്ന് കൂടുതൽ പുതിയ കാരണങ്ങൾ കിട്ടും. മനസ്സിലാവുമ്പോൾ പറയുന്നത് അങ്ങനെ കിട്ടുന്ന കാരണങ്ങളിൽ ശരി തെറ്റുകൾ ഏതാണ് എന്ന് മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? എന്നിട്ട് കൂട്ടമായി സയന്റിഫിക് ആയിട്ട് ഉപേക്ഷിക്കുക. അല്ലാതെ ചില യുക്തിയുടെ പുറത്ത് മാത്രമല്ല, അതിനൊരു കാരണവും കാര്യവും ഒക്കെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അത്തരം കൂട്ടായ തീരുമാനങ്ങൾ എടുക്കുക. ചിലപ്പോൾ പത്രത്തില് ഫോട്ടോ അടിച്ച് വരും ചെയ്യും. ആൾക്കാർ ആലോചിക്കും, ശരിയാണ് സാർ പറഞ്ഞ ഐഡിയ വെച്ച് നോക്കി ഈ വിവാഹം കഴിച്ച ദമ്പതികൾ, അല്ലേ? അങ്ങനെ വരുന്നുണ്ട്. വൈകി പോയി 4 പേർക്ക് കല്യാണം കഴിച്ചുകൊണ്ട് അന്ന് ഈ ഐഡിയ ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഗ്രീൻ വിവാഹം ആക്കിയതിരുന്നത്. അപ്പൊ ഗ്രീൻ വിവാഹം കഴിക്കുമ്പോ എങ്ങനെ ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കുക? നമ്മൾ പ്രോട്ടോകോൾ എവിടെ തുടങ്ങണം? ക്ഷണക്കത്തിന് തുടങ്ങണം. എങ്ങനെ ക്ഷണക്കത്ത് കൊടുക്കും? ഏറ്റവും ചെറുതോ കൊടുക്കരുത്. കാരണം പേപ്പർ അല്ലേ, പേപ്പർ ഉപേക്ഷിക്കണ്ടേ? അപ്പൊ വിളിച്ച് പറഞ്ഞാൽ മതി, ചെന്ന് പറഞ്ഞാൽ മതി. ചെന്ന് പറഞ്ഞാൽ കാർബൺ ഫുട് പ്രിന്റ് കൂടും. കാരണം ചെല്ലാൻ വേണ്ടി പെട്രോൾ അടിക്കണം. കാർബൺ ഫുട് പ്രിന്റ് കൂടുന്നത് എങ്ങനെയാന്ന് മനസ്സിലായോ? കാർബൺ ഫുട് പ്രിന്റ് അപകടം പിടിച്ച് കളിയാണ്. അപ്പൊ വിളിച്ചു പറഞ്ഞാൽ മതി. വിളിച്ചു പറയുന്നതിൽ ചെല്ലാൻ പറയുന്നതിന് അത്ര കാർബൺ ഫുട് പ്രിന്റ് ഉപയോഗിക്കില്ല. അപ്പൊ വിളിച്ചു പറഞ്ഞ് കല്യാണം നടത്തിയാൽ മതിയോ?
അപ്പൊ ഇൻവിറ്റേഷൻ കാർഡിന്റെ കാര്യത്തിൽ തീരുമാനമായി. പിന്നെന്താ, എനിക്ക് ആ പ്രായമായിട്ടില്ല സാർ, ഞാൻ ആലോചിച്ച് തുടങ്ങിയിട്ടില്ല. ചേച്ചിമാരോട് ചോദിക്കുന്ന അനിയൻ പറയുന്നത്, അനിയൻ കല്യാണം കഴിക്കും എന്തായാലും. ആ സമയത്തേക്ക് ഇപ്പൊ വരണം ചിന്ത. കുട്ടിയുടെ ചന്തം മാത്രം പോരാന്ന്. എന്റെ വിവാഹം എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് സ്വന്തം ഒരു താല്പര്യം സംരക്ഷിക്കപ്പെട്ടാൽ അവിടെയാണ് നിങ്ങൾ വ്യത്യസ്തനാവുന്നത്. ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കി. ആ ചിന്ത ഇപ്പൊ വേണം. അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് ആ സമയത്ത് നോക്കിയാൽ മതി. അതിൽ പിടിവാശി കാണിക്കണം. ഒരു കല്യാണം ഇതാ നമ്മളെപ്പോഴും പറയാം അല്ലെ, അവിടെ കുറച്ച് വിട്ടുവീഴ്ച വേണ്ട. ഒരു ഭൂമിയേ ഉള്ളൂ, ഒരു ജീവിതമേ ഉള്ളൂ എന്ന് കൂടി ഇടയ്ക്ക് ഓർക്കുക. മാറി താമസിക്കാൻ വേറെ ഭൂമിയില്ല, വേറെ മണ്ണില്ല. ഈ അർത്ഥത്തിൽ നിങ്ങൾ ചെയ്യുന്ന കോംപ്രമൈസുകളിൽ ഇനി കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ എല്ലാ കോംപ്രമൈസുകൾക്കും പ്ലാസ്റ്റിക് ബോട്ടിൽ നിന്ന് വെള്ളം കുടിക്കുക. ക്ലാസ് എടുക്കുമ്പോ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ നിന്ന് വെള്ളം കുടിക്കുക. ആ കുപ്പി നമ്മളിപ്പോ വലിച്ചത്. പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻസിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരിക. പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിക്കുന്നതിന്റെ തെറ്റ് ഞാൻ പറയില്ല, കാരണം അതിന്റെ റീപ്ലേസ്മെന്റ് കോസ്റ്റ് അതിനേക്കാളും കൂടുതലാണെങ്കിൽ ഞാൻ പറയുന്ന അർത്ഥം മനസ്സിലായി. പക്ഷെ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ചുടുവെള്ളം ഒഴിച്ച് നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം കോംപ്രമൈസ് ചെയ്യുന്ന ഒരു വഴിയുണ്ട്. അതുകൊണ്ടാണ് ഈ കുട്ടികൾക്കൊക്കെ സ്റ്റീൽ ആക്കണം എന്ന് നിർബന്ധം പറയുന്നത്. കാരണം അമ്മമാർക്ക് സമയമില്ലാത്ത കാരണം തിളപ്പിച്ച വെള്ളം അതുപോലെ പെറ്റ് നമ്പർ 5 താഴെയുള്ളതിനൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അപകടം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ അപകടങ്ങളാണ്. അപ്പൊ ഇതൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ സയന്റിഫിക് ആയിട്ട് തന്നെ പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ സയന്റിഫിക് ആയിട്ട് പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളപ്പോഴും നമുക്ക് ചില അൺസയന്റിഫിക് കാര്യങ്ങളെ ആഘോഷിക്കാനാണ് ഇഷ്ടം, അല്ലെ? എത്രയൊക്കെ അപകടം സ്വന്തം സുഹൃത്തിന് പറ്റിയിട്ട് പോലും ഈ ബുദ്ധി വരാത്തവരാണ് മലയാളികൾ. ഫൈൻ പേടിച്ചിട്ടെങ്കിലും വെക്കില്ലോ. ഇപ്പൊ ഫൈൻ കൂട്ടിപ്പോ കണക്കുകൾ പറയുന്നത് അതാണ്, കൂടിയ ഫൈൻ അടയ്ക്കാൻ വയ്യ, ഒരു തവണ അടയ്ക്കുമ്പോഴേക്ക് തീരാണ് പോക്കറ്റ്. അപ്പൊ എല്ലാവരും വെച്ചു തുടങ്ങി. അതുപോലെ തന്നെയാണ് ആലുവയിൽ നിന്ന് ഷീമാട്ടിയുടെ മുന്നിലേക്ക് മെട്രോ ഉള്ളത് ട്രാഫിക് ഉള്ളതുകൊണ്ട് ഉപയോഗിക്കാനല്ല, കാർ മാർഗങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റുന്ന ട്രാൻസ്പോർട്ടേഷൻ മോഡ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സമയത്തെങ്കിലും അത് ചെയ്യുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ എവിടെയാണ് അത് ഉപേക്ഷിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ലോജിക്ക് കൊണ്ടുവരേണ്ടത്. വാഹനങ്ങൾ ഒരു പക്ഷേ അവനവന്റെ അന്നം തേടാനുള്ള ഉപാധിയായിരിക്കും, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഭാര്യയ്ക്കും ഭർത്താവിനും 2 വ്യത്യസ്ത ദിശയിലാണ് ജോലി. അവർ മാത്രം ഉള്ള ഒരു കുടുംബമാണെങ്കിൽ ഒരു പക്ഷെ 2 ബൈക്ക്, ഒരു ബൈക്കും ഒരു സ്കൂട്ടറും ഒക്കെ വേണ്ടി വരും. പക്ഷെ ഒഴിവാക്കേണ്ടത് എവിടെയാണ് എന്നുള്ളതിന്റെ യുക്തിയും ബുദ്ധിയും കൊണ്ടുവരിക. ബ്ലാങ്കറ്റ് ആയിട്ടുള്ള ബാനിന് പകരം എവിടെയാണ് നമ്മൾ സ്വയം അറിഞ്ഞുപേക്ഷിക്കേണ്ടത് എന്നുള്ള യുക്തികൾ കൊണ്ടുവരിക. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നമ്മൾ മെട്രോയിൽ പോകുന്നതിന്റെ ത്രില്ലിലും ഇല്ല. അത് ഇപ്പോഴും ഒരു ട്രാൻസ്പോർട്ട് മീഡിയ ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ല. മെട്രോ കയറി എന്ന് പറയാൻ വേണ്ടി മെട്രോ കയറുന്ന ടീംസാണ് നമ്മൾ. എന്തായാലും കാലം നമ്മളെ കൊണ്ട് മെട്രോയിൽ കയറ്റിപ്പിക്കും, അങ്ങനെ പലതും ചെയ്യിപ്പിക്കും. അപ്പൊ അതിന്റെ കാരണങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ, പറയാനുണ്ടോ? ഉണ്ടോ? അങ്ങനെയാണ് ചെയ്യാൻ നിർത്താം. എന്തായാലും ഇത്ര നേരം കേട്ടിരുന്നതിന് നന്ദി പറയുന്നു. മോട്ടിവേഷൻ ക്ലാസ് ഒക്കെയാണ് സലാം പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറഞ്ഞു സലാമിന്റെ അടുത്ത് ഇവിടെ വരുന്ന സമയത്ത് പിള്ളേരുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഐഡിയ വെച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 മണിക്കൂർ അവരെ എൻഗേജ് ചെയ്യാം, എന്തെങ്കിലും അവർക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ളത് കൊടുത്തു പോവാം എന്നുള്ളതാണ്. വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു, അല്ലേ? അപ്പൊ അതുകൊണ്ട് വീടുകളിലേക്ക് ചെല്ലുക, കൂട്ടുകാരുടെ ഇടയിലേക്ക് ചെല്ലുക, മാറ്റങ്ങൾ കൊണ്ടുവരിക. ബി ദ ചേഞ്ച് യു വാണ്ട് ടു സീ ഇൻ ദ വേൾഡ് എന്ന് ഗാന്ധിജി പറഞ്ഞതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കുക. ആരാണ് ആ മാറ്റം? നമ്മളല്ല, ഞാനാണ് ആ മാറ്റം. ഓക്കെ, ചേഞ്ച് ഷുഡ് ബിഗിൻ വിത്ത് യു. നമ്മൾ ഓരോരുത്തരും മാറുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഇവിടെ ഉള്ളൂ എന്നുള്ളതിന് സ്വയം മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക. എല്ലാവർക്കും അവർ ചെയ്യുന്ന കാര്യങ്ങളിലും അവർ പഠിക്കുന്ന കോഴ്സുകളിലുമൊക്കെ നല്ല രീതിയിലുള്ള വിജയങ്ങൾ ആശംസിക്കുന്നു. നല്ല മനുഷ്യരായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.